Hi everyone. Today in this video I would like to explain how to prepare a production statement with the help of a question. Here is an example, that is Kerala Chemical Company supplies you the following details from its cost records. അപ്പോൾ കേരള കെമിക്കൽ കമ്പനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അതിൻ്റെ കോസ്റ്റ് റെക്കോർഡിൽ നിന്ന്. ഫസ്റ്റ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. ദാറ്റ് ഈസ് 1 സെപ്റ്റംബർ 2016 തന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. സോ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ് തന്നിട്ടുള്ളത്. ദെൻ നമുക്ക് 13 സെപ്റ്റംബർ 2016 സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും തന്നിട്ടുള്ളത് നമുക്ക് പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ഐറ്റം ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ ഭാഗമാണ് ഡയറക്റ്റ് വേജസ്. അപ്പോൾ പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡയറക്റ്റ് വേജസ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് വേജസ്. ഇൻഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ ഭാഗമാണ്. അതായത് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിയിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്നത്, ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കേഴ്സിന് വേജസ് നൽകുക എന്ന് പറയുന്നത് ഫാക്ടറിൻ്റെ ഭാഗമാണ്. സോ ഇൻഡയറക്റ്റ് വേജസ് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ്. നെക്സ്റ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് നമുക്ക് തന്നിട്ടുള്ളത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം വർക്ക് ഇൻ പ്രോഗ്രസ് ഓൺ 1 സെപ്റ്റംബർ 2016. അപ്പോൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വിത്ത് പ്രൈം കോസ്റ്റ് ആണ്. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡൊക്കെ ആഡ് ചെയ്തിട്ട് വർക്കിംഗ് പ്രോഗ്രസ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യും. അതിൽ നിന്ന് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം ഈസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് പർച്ചേസ് ആണ്. അത് യൂസ് ചെയ്യുന്നത് പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ഫാക്ടറി റെൻറ്റ് റേറ്റ്സ് ആൻഡ് പവർ. സോ ദാറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡിൻ്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഫാക്ടറി റെൻറ്റ് റേറ്റ്സ് ആൻഡ് പവർ. അപ്പോൾ അത് നമ്മൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ്സിൽ ആഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നതും ഫാക്ടറി ഓവർ ഹെഡിൻ്റെ ഭാഗമാണ്. കാരണം പ്ലാന്റിനും മെഷീനറിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാക്ടറിയിലാണ്. സോ ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ദാറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്പെൻസസ് ഓൺ പർച്ചേസ്. എക്സ്പെൻസസ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിന് വരുന്ന എക്സ്പെൻസുകളാണ് എക്സ്പെൻസസ് ഓഫ് ഓൺ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പർച്ചേസിൻ്റെ കൂടെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കൂടെ എക്സ്പെൻസ് ഓൺ പർച്ചേസ് ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇത് നമ്മൾ പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സിൽ വരുന്നതാണ് എന്ത് ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ സാധനങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻസിനെയാണ് ക്യാരേജ് ഔട്ട്വേർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി പാർട്ട് ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഓക്കെ, the next item is advertising. Advertising is also a part of selling and distribution overhead. അതായത് സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അതിൻ്റെ ഒരു പ്രൊമോഷൻ പർപ്പസ് ആയിട്ട് വരുന്നതാണ് അഡ്വർടൈസിങ്. സോ അതും എന്തിൻ്റെ ഭാഗമാണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൻ്റെ ഭാഗമാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ഓഫീസ് റെൻ്റ് ആൻഡ് റേറ്റ്സ്. ഓഫീസ് റെൻ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ്. അപ്പോൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന അതായത് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഓഫീസ് റെൻ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറയുന്നത്. സോ അത് വരുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ്. സോ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ദാറ്റ് ഈസ് ഓഫീസ് റെൻ്റ് ആൻഡ് റേറ്റ്സ്. നെക്സ്റ്റ് ഈസ് ട്രാവലേഴ്സ് വേജസ് ആൻഡ് കമ്മീഷൻ. ട്രാവലേഴ്സിൻ്റെ വേജസും കമ്മീഷനും ദാറ്റ് ഈസ് ഓൾസോ ദി പാർട്ട് ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. കാരണം നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ട്രാവലേഴ്സ് വരും. അപ്പോൾ അവർക്ക് നൽകുന്ന വേജസ് അല്ലെങ്കിൽ കമ്മീഷനാണ്. സോ അതും എന്തിൻ്റെ ഭാഗമാണ്, അതും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമാണ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ഐറ്റം തന്നിട്ടുണ്ട് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ 1st September 2016 ആൻഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ 13th September 2016. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ 1st September 2016 ദാറ്റ് ഈസ് ദി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ 13th September 2016 ദാറ്റ് ഈസ് ദി ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടാണ്. അതായത് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ആഡ് ചെയ്യും. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യും. അപ്പോൾ ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഓവർ ഹെഡ്സ് നമ്മൾ ആഡ് ചെയ്യും. ദെൻ അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. സോ അതിൽ നിന്ന് നമുക്കിവിടെ സെയിൽസിൻ്റെ ഇൻഫോർമേഷനും തന്നിട്ടുണ്ട്. സെയിൽസ് എത്രയാണെന്നുള്ള സെയിൽസിൻ്റെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസും കോസ്റ്റ് ഓഫ് സെയിൽസും ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പ്രിപ്പയർ എ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഗിവിംഗ് ദി മാക്സിമം പോസിബിൾ ബ്രേക്കപ്പ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് കോസ്റ്റും പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. സോ അത് വെച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് ഹെഡിങ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഫോർ ദി മന്ത് എൻഡിങ് 13th September 2016. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഐറ്റംസിനൊരു കോളം തന്നിട്ടുണ്ട്. 2 എമൗണ്ട് കോളം തന്നിട്ടുണ്ട്. ഒന്ന് ഇന്നർ കോളം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഔട്ടർ കോളാണ്. മെയിൻ എമൗണ്ട് കോളാണ്. സോ ഇതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൈം കോസ്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ₹75,000. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? പർച്ചേസസ് ആഡ് ചെയ്യണം. സോ നെക്സ്റ്റ് ഐറ്റം ആഡ് പർച്ചേസസ് എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ₹66,000. ദെൻ നെക്സ്റ്റ് ഐറ്റം നമുക്ക് ഇവിടെ പർച്ചേസ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ്പെൻസസ് ഓൺ പർച്ചേസസ് എമൗണ്ട് തന്നിട്ടുള്ളത് 2,500 ആണ്. സോ അതും ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എക്സ്പെൻസസ് ഓൺ പർച്ചേസസ് 1,500 ആണ്. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 75,000 പ്ലസ് 66,000 പ്ലസ് 1,500 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,42,500. ഇനി ഇതിൽ നിന്ന് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അത് ലെസ് ചെയ്യണം. സോ നെക്സ്റ്റ് ഐറ്റം ഈസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് 91,500 ആണ്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 91,500 ദാറ്റ് ഈസ് ഈക്വൽ ടു 51,000. ഈ 51,000 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്. സോ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് എത്ര കിട്ടിയത്? 51,000 കിട്ടിയത്. ദെൻ ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റ് പ്രൈം കോസ്റ്റിൻ്റെ എലമെൻറ്റ്സ് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ആഡ് ഡയറക്റ്റ് വേജസ്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എടുത്തത്, ഡയറക്റ്റ് പർച്ചേസസ് ആണ് എടുത്തത്. ദെൻ നെക്സ്റ്റ് ആഡ് ഡയറക്റ്റ് വേജസ് കോസ്റ്റ് ₹52,500. സോ ആഡ് ഡയറക്റ്റ് വേജസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 52,500. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടില്ല. സോ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,03,500. സോ അതാണ് എന്തെന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1,03,500. ദെൻ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ആഡ്
ഫാക്ടറി ഓവർ ഹെഡ്സ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫാക്ടറി കോസ്റ്റ് ആണ്. അപ്പം ഡിഫറെൻറ്റ് ഫാക്ടറി ഓവർ ഹെഡ്സ് നമ്മൾ ആഡ് ചെയ്യണം. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫാക്ടറി ഓവർ ഹെഡ്സ് എന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് വേജസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2750. ദെൻ നെക്സ്റ്റ് ഐറ്റം ഫാക്ടറി റെൻറ്റ് റേറ്റ്സ് ആൻഡ് പവർ. That is equal to 15,000. Then next item depreciation of plant and machinery, that is equal to 3,500. So ഇതാണ് ഡിഫറെൻറ്റ് ഫാക്ടറി ഓവർഹെഡ്സ്. അപ്പോൾ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2,750 പ്ലസ് 15,000 പ്ലസ് 3,500, ദാറ്റ് ഈസ് ഈക്വൽ ടു 21,250. ദെൻ ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുക? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതായത് നമുക്കിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക്സ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രൈം കോസ്റ്റിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. സോ നമുക്ക് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫസ്റ്റ് ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്തു. ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് 21,250 ആണ്. ദെൻ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 28,000. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 28,000. സോ നമ്മളിവിടെ പ്രൈം കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് പ്രൈം കോസ്റ്റ് നമുക്ക് 1,03,500 കിട്ടി. പ്രൈം കോസ്റ്റ് 1,03,500 പ്ലസ് total factory overhead cost 21,250 plus 28,000, that is equal to 1,52,750. then ഇതിൽ നിന്ന് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ട്. സോ അത് ലെസ് ചെയ്യണം. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ദാറ്റ് ഈസ് ₹35,000. അപ്പോൾ 1,52,750 35,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,17,750 കിട്ടും. 1,17,750. അതാണ് എന്തെന്ന് പറയുന്നത്? വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓർ ഫാക്ടറി കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്, ദാറ്റ് ഈസ് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ്സ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ്. then we have to calculate the cost of production. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് ഓഫീസ് റെൻറ്റ് ആൻഡ് ടാക്സസ് ആണ്. അപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഐറ്റം ഈസ് ഓഫീസ് റെൻറ്റ് ആൻഡ് ടാക്സസ് എമൗണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 2,500. So 1,17,750 plus 2,500 is equal to 1,20,250. അപ്പോൾ ഈ 1,20,250 എന്ന് പറയുന്നതാണ് എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഹിയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ്. ദെൻ നമുക്ക് ഇനി ഇതിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെയാണ് എന്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 54,000. 1,20,250 plus 54,000 is equal to 1,74,250. 1,74,250 കിട്ടി. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യാം? ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. സോ ഫിനിഷ്ഡ് ഗുഡ്സ് വന്നിട്ടുള്ളത് എമൗണ്ട് 31,000 ആണ്. സോ 31,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1,43,250 ആണ്. 1,43,250 ദാറ്റ് ഈസ് നോൺ ആസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദാറ്റ് ഈസ് നോൺ ആസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ്
പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സോ ഹിയർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഐറ്റം ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. ഹിയർ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് നമുക്കൊരു തന്നിട്ടുള്ള ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്യാരേജ് ഔട്ട്വേർഡ് ആണ്. സോ ഫസ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഔട്ട്വേർഡ് എമൗണ്ട് ദാറ്റ് ഈസ് 2500 ആണ്. ദെൻ നെക്സ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു അഡ്വർടൈസിങ് that is amount is equal to 3500. Then next item travelers wages and commission amount cost rupees to 6500. So ഇതാണ് ടോട്ടൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സിൽ വരുന്ന ഫസ്റ്റ് ഐറ്റം ക്യാരേജ് ഔട്ട്വേർഡ് 2500, സെക്കൻഡ് അഡ്വർടൈസിങ് 3500 ആൻഡ് ട്രാവലേഴ്സ് വേജസ് ആൻഡ് കമ്മീഷൻ 6500. ദാറ്റ് ഈസ് ഈക്വൽ ടു 12500. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടി 1,43,250. അതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്തു ദാറ്റ് ഈസ് 12,500. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,43,250 പ്ലസ് 12,500 ഈസ് ഈക്വൽ ടു 1,55,750. ഈ 1,55,750 ആണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഹിയർ കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 1,55,750. ഓക്കെ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സെയിൽസ് ഇസ് ഈക്വൽ ടു റുപ്പീസ് 2 lakh ആണ്. സെയിൽസ് കോസ്റ്റ് റുപ്പീസ് 2 lakh. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു ദാറ്റ് ഈസ് 1,55,750. സെയിൽസ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് റുപ്പീസ് 2 lakh. അപ്പോൾ ഈ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് സെയിൽസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദി പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ദാറ്റ് ഈസ് 2 lakh മൈനസ് 1,55,750 ദാറ്റ് ഈസ് ഈക്വൽ ടു 44,250. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ് തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ലഭിക്കും? കോസ്റ്റ് ഓഫ് സെയിൽസ് ലഭിക്കും. ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ സെയിൽസ് എത്രയാണ്, ആ വർഷത്തിൽ കമ്പനിക്ക് എത്ര സെയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നു. ദാറ്റ് ഈസ് സെയിൽസ് ഈസ് ഈക്വൽ ടു 2 lakh ആണ്. ദെൻ സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ ടോട്ടൽ കോസ്റ്റ് ദാറ്റ് ഈസ് പ്രോഫിറ്റ്. സോ ഇതാണ് ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.